ഹാഷിം, ഞാൻ ഈ ഇൻട്രോയിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഈ പൊതുസമൂഹം CPM-നോട് ഇടതുപക്ഷത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, ആരെയാണ് ചോദ്യം ചെയ്തത് എന്ന് വളരെ കൃത്യമായി ഇന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. മകളെയാണ് ചോദ്യം ചെയ്തത്. പക്ഷേ ആ സമയത്ത് ആ ബേക്കറി ജംഗ്ഷനിലെ വാടക വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ആ അക്രമിക്കൂട്ടം പറഞ്ഞു വെച്ചത് എന്താണ്? രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി വേട്ടയാടി ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അങ്ങനെ മുദ്രാവാക്യം വിളികളും ആക്രോശവുമായി നിറഞ്ഞത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. ശരി, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് പണ്ട്. ഒരു കള്ളൻ അയൽവശത്തുള്ള പശുവിനെ മോഷ്ടിക്കുന്നതാണ്. സംഭവം ഇങ്ങനെയായിരുന്നു. നാണിയേച്ചിന്റെ അടുത്ത് വന്നിട്ട് കള്ളൻ ചോദിക്കുന്നുണ്ട്, നാണിയേച്ചി ഇവിടെ ഒരു കയറ് കിടപ്പുണ്ട്, ഞാൻ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അത് ഉറക്കെയാണ് ചോദിച്ചത്. നാണിയേച്ചി മറുപടി പറഞ്ഞു, കയറ് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. കള്ളൻ പതുക്കെ പറഞ്ഞത്രേ, അതിന്റെ തലക്കൊരു പശു കൂടി ഉണ്ട്. ഇവിടെ ED എന്തിനാ വന്നെന്ന് നമുക്കറിയാം. വീണയാകുന്ന കയറിലൂടെ കയറിയിട്ട് പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കാൻ, അതുവഴി CPM-നെ അസ്വസ്ഥപ്പെടുത്താനുമാണ് ED വന്നത്. ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയോ ED കേസ് ഇവിടെ നടക്കുന്നുണ്ട്, എത്രയോ റെയ്ഡ് ദൈനംദിനം ഈ മണ്ണിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും വാർത്തയാകാതെ ഇത് മാത്രം എന്തുകൊണ്ട് ഇത്രയും വാർത്തയാകുന്നു? അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നായകൻ, പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ട് എന്നതാണ് ചർച്ചയിൽ ഈ ചാനലുകളിലൊക്കെ വന്നതും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് എന്നാണ് തുടക്കം. രാവിലെ മുതലുള്ള ന്യൂസുകൾ വീക്ഷിച്ചവർക്ക് അറിയാവുന്ന കാര്യം. ഏറ്റവും തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്ന വാർത്തകൾ അത്തരത്തിലാണ്. പിണറായി വിജയന്റെ വീട്ടിൽ, അല്ലാതെ വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നല്ല പറഞ്ഞത്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ആ സന്ദർഭത്തിൽ തന്നെ കണ്ണൂരിൽ ഒരു പ്രകടനം നടക്കുന്നത് ശരിക്കും നമ്മൾ കേരളത്തിലാണ്, മലയാളത്തിലാണ് മുദ്രാവാക്യങ്ങളൊക്കെ വിളി കേൾക്കാറുള്ളത്. പക്ഷെ കണ്ണൂരിൽ 6 റൗണ്ട് MLA ആയ ഒരാളുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് അവിടെ ഒരു പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തിൽ അവർ വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ്. അതിനവർ കാരണം പറഞ്ഞത് ED റെയ്ഡ് നടത്തുന്നു എന്നാണ്. ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് പ്രകടനം നടത്താം. മറുവശത്ത് അവർ ചോദിക്കുന്നത്, വീണയുടെ നേരെ അന്വേഷണം വരുന്നതിൽ എന്തിനാണ് നിങ്ങൾ പ്രകോപിതരാകുന്നത്? വീണയുടെ നേരെ മാത്രമാണ് അന്വേഷണമെങ്കിൽ എന്തിനാണ് ആ പ്രകടനം കണ്ണൂരിൽ സംഘടിപ്പിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇത് സഖാവ് പിണറായി വിജയനെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരടി കൂടി അടിച്ചാൽ ഇതില്ലാതാകുമെന്നുള്ള മോഹത്തിൽ സംഘപരിവാറും അതുപോലെ തന്നെ കോൺഗ്രസും ഐക്യപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു നീക്കമായിരുന്നു ഈ നീക്കം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം എവിടെ ഇല്ലാതായാലും കേരളത്തിൽ അത് ഇല്ലാതായിക്കൂടാ എന്നുള്ള പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം അവിടെ തടിച്ചുകൂടിയത്. ആ തടിച്ചുകൂടിയവരുടെ ആരും കയ്യിൽ ആയുധങ്ങളൊന്നായിട്ട് ആരും വന്നതൊന്നല്ല. അവര് അവിടെ വരികയും അവിടെ വെച്ച് അവര് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം കഴിയുന്നത് വരെ ഈ കേന്ദ്രങ്ങളിലൊന്നും, അതായത് പിണറായിയുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ റിയാസിന്റെ കോഴിക്കോട് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വാടക വീട്ടിലാണെങ്കിലും ഇവിടെ ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രകോപനവും തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല, ഒടുക്കത്തിലും ഉണ്ടായിട്ടില്ല. അവസാനം അവർ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാൾക്കൂട്ടത്തിലേക്ക് ഒരു മാസ ജനക്കൂട്ടത്തിലേക്ക് അവർക്കെതിരായി വന്നു എന്ന് കരുതപ്പെടുന്ന ആൾക്കൂട്ടം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ തിരിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ടുന്ന ബാധ്യത, അല്ലെങ്കിൽ അവിടെ പ്രശ്നമില്ലാതെ നോക്കേണ്ടുന്ന ബാധ്യത കേരള പോലീസിനുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. തീർച്ചയായിട്ടും അധികാരത്തിലേക്ക് വന്നതിന് ശേഷം കോമയിലായ ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല. വന്ദേ ഭാരതം എന്താ പാടിയെന്ന് വെച്ചപ്പോ അദ്ദേഹത്തിന് അറിയില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് ഞങ്ങൾ അറിയാതെ, ഈ സ്റ്റേറ്റ് അറിയാതെയാണ് കേന്ദ്രം വന്ന് ഇവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ പരാജയമല്ലേ അത്? ഒരു സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ്, ഒരു ഏജൻസി പുറത്തു നിന്ന് വന്നിട്ട് ഇവിടെ അന്വേഷണം നടത്തുമ്പോൾ
ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അറിയായ്മ തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. ഹാഷിം, ഇപ്പോൾ 19 പേർ ജയിലിലാണ്, അതുകൂടി ഒന്ന് ഓർക്കുക. ഹാഷിം, യഥാർത്ഥത്തിൽ ഈ കേസ് ആര് തമ്മിലാണ്? ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഇതേപോലെ പോലീസിനെ ആക്രമിച്ച കേസിൽ അത് ഈ പോലീസ് ആ സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈ കലാപം ആസൂത്രണം ചെയ്തത് വീണയ്ക്ക് വേണ്ടിയാണോ എന്ന ചോദ്യമാണ് ജനം TV ഉയർത്തുന്നത്. അതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടന്ന ഒരിടപാട്. കേൾക്കൂ, ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നത് എന്നതാണ് വിമർശനം. ശ്രീ ഹാഷിം ഒരു സെക്കൻഡ്. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി സമയം കിടക്കുന്നു. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്. വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ 2.25 കോടി രൂപയൊക്കെ കരിമണൽ കമ്പനിയിൽ നിന്ന് കൊടുക്കാൻ ഒരു കാര്യവുമില്ലാതെ കൊടുക്കുവോ? വീണ ആരാണ് എന്നുള്ളതാണ് പ്രസക്തം. അത് അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളാണ് വീണ. അതുകൊണ്ടാണ് ഈ പണം കിട്ടിയത്. അങ്ങനെ പറയാ? പിണറായി വിജയന്റെ മകൾക്ക് ഒരു കമ്പനി തുടങ്ങിക്കൂടെ? അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം എടുത്തൂടെ? എന്നാൽ നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ഒരു വീണയെ മാത്രം ഫോക്കസ്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് പിണറായിക്കെതിരെയുള്ള നീക്കാണ്. ഇതേപോലെ പണം എണ്ണി വാങ്ങിയ ആളുകളുണ്ട്. ആ പണം വാങ്ങിയതിൽ 6 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ വാങ്ങിയിരിക്കുന്ന കണക്ക് വീണയുടെ കമ്പനിയുടെ അഡ്രസ് എവിടെയാണ്? വീണ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അഡ്രസ് ആയി കൊടുത്തിരുന്നത് എന്താണ്? ആ അഡ്രസ് നോക്കേണ്ടത് കേന്ദ്രത്തിലെ ഇപ്പൊ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു റൂളുണ്ട്. അതിന് സമർപ്പിക്കേണ്ടുന്ന രേഖകളുണ്ട്. ആ രേഖകൾ പ്രകാരം എവിടെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്തതെന്ന് അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് കമ്പനി അതിനുള്ള അംഗീകാരം കൊടുക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഒരു കമ്പനി ആക്ട് പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷൻ, അതിന് എത്ര പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്. ആ കമ്പനി രജിസ്റ്റർ ചെയ്തത് അത് പൂർത്തീകരിച്ചവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ആ മന്ത്രാലയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുമതിയുള്ളതാണ്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, വീണ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സിലാണ്. ഇപ്പോൾ ഹാഷിം അരിയിൽ ചോദിക്കുന്ന ചോദ്യം, ഇതൊക്കെ നോക്കേണ്ടത് ആരാണ്? ഈ അഡ്രസ്സൊക്കെ നോക്കേണ്ടത് ആരാണ്? അപ്പോൾ മറു ചോദ്യം ഉന്നയിക്കുകയാണ് തിരിച്ച് ഹാഷിം അരിയിൽ.